ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സിനിമ കാണാൻ പോകുന്നതാണ്. കിഷ്കിന്ധ കാണ്ഡം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ബോക്സിലാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടുതൽ അക്ഷയുണ്ട്, പിന്നെ ചരിഞ്ഞ് കിടക്കുന്ന ജിത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നത് പിന്നെ അവിടെ സിനിമ കാണുന്നതായിട്ടുള്ള കാഴ്ചകളാണ് ഇനി ഇതിനകത്തുള്ളത്. അപ്പം പോയിട്ട് നോക്കാം. പടത്തിന്റെ റിവ്യൂ എല്ലാം കണ്ടായിരുന്നോ? കണ്ടിട്ടില്ല. നീയാ? ഞാൻ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാതാണ് പോകുന്നത്. അപ്പൊ നമ്മള് ഏകദേശം പകുതിയാവാറായി. ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ ഒരു 15 മിനിറ്റത്തെ യാത്രയല്ലേ ഉള്ളു. നീ പോയിട്ടുണ്ടോ അവിടെ? നീയാ? നമ്മളൊരു 2-3 തവണ അവിടെ പോയിട്ടുണ്ട്. പക്ഷെ സിനിമ കാണാനായിട്ട് ഒരു തവണയും കണ്ട് അവിടെ പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ബോക്സിന്റെ തിയേറ്ററാണ് അൽസഹിയൽ. ഇത് ഷാർജ ഏരിയ. ഒന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പം എന്തെങ്കിലും കഴിക്കണം. സിനിമ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കഴിക്കാം അല്ലേ? ഇതാണ് വല്ലതും പറയടാ. നീ കണ്ട സിനിമ ഏത്? പൊന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനും കണ്ടത് നമ്മുടെ തിയേറ്ററിൽ പോയി കണ്ട നമ്മുടെ അവിടെയൊക്കെ ഭയങ്കര മാറി കേട്ടാ. ഇപ്പൊ അവിടെ പോയി സിനിമ കാണാൻ നേരത്ത് ആഹാരമൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതാണ് നീ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. സാൻഡ്വിച്ച് ഒക്കെ കിട്ടും. സാൻഡ്വിച്ച്, ബർഗർ അങ്ങനെയെല്ലാം കിട്ടും. ലാസ്റ്റ് അവിടെ കാണാൻ പോയത് മറ്റേ സ്പൈഡർമാൻ. അത് സ്പൈഡർമാൻ നമ്മളല്ലേ നാട്ടിൽ പോയപ്പോ പോപ്കോണ് പിന്നെ പെപ്സി അങ്ങനെയുള്ള എല്ലാം കിട്ടും. ഞാനും ഗീതവും കൊച്ചുകൂടെയാണ് പോയത് അന്ന്. മറ്റേ ഏത് പടം വരുന്നത്? പടത്തിന്റെ പേരൊന്നും ഓർമ്മയില്ല. പിന്നെ അതേപോലെ തന്നെ പക്ഷെ വേറൊരു കുഴപ്പമെന്ന് വെച്ചാല് അവിടെ കേറുന്നതിന് മുമ്പ് അതാണ് ഞാനും ഗീതും കൊച്ചുകൂടെ കാണാൻ പോയത്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അവര് ബാഗൊക്കെ പരിശോധിക്കും. നമ്മള് വല്ല ഫുഡ് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടല്ലേ? അത് എനിക്കൊന്നും അതൊക്കെ ഇപ്പോഴാണെന്ന് തോന്നല്ലേ. എന്തോ എന്തായാലും സംഭവം കൊള്ളാം. ഇവിടെ ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഡേ അല്ല, 3-4 ദിവസം കഴിഞ്ഞിട്ടല്ലേ നമ്മള് പോയത്. പക്ഷെ തിയേറ്റർ ഫുള്ളായിരുന്നു. വലിയ തിയേറ്റർ ഇല്ലേ, ഓഡിയം 1 ആണെന്നോ? ഓഡിയം 1. അതിനകത്ത് ഫുള്ള് ആളായിരുന്നു. ഇപ്പൊ തിയേറ്റർ വിടുന്ന സമയമാകുമ്പോഴത്തേക്ക് ആ ജംഗ്ഷൻ ഫുള്ള് ബ്ലോക്കാണ്. കുളമട ഇപ്പൊ പഴയ കുളമട ഒന്നും അല്ല. ഫുള്ള് അവിടെ അവിടെ കണ്ണാശുപത്രി ഇല്ലേ, അവിടെയൊക്കെയാണ് പാർക്കിംഗ് ഉള്ളത്. അതല്ലേ അറിയോ? അവിടം വരെ പാർക്കിംഗ്. ഇപ്പൊ അവിടെ സിനിമ ഇടുന്ന സമയത്ത് അങ്ങോട്ട് പോയാൽ ഭയങ്കര ബ്ലോക്കാണ്. തിരക്കെന്ന് പറഞ്ഞാൽ ഫുള്ള് തിരക്കാണ് അവിടെ. ഇതാണ് അൽസഹ്യ സിറ്റി സെന്റർ. നമ്മളെ എത്താറായിരിക്കുകയാണ് അവിടെ. സമയം എത്രയാണ്? 1:44 ഉണ്ട് കേട്ടോ. സമയം ഉണ്ടെങ്കിൽ ആ ടെസ്ല വേണോ നിനക്കാ? ടെസ്ല വേണോ? എടുത്തോ, ചോദിച്ചിട്ടങ്ങ് എടുത്തോ. 2 ടെസ്ല എടുക്കും. മോഡൽ 3 വേണോ മോഡൽ Y വേണോ? എനിക്ക് ഏത് വേണം? നിന്റെ ടെസ്ല മതി എനിക്ക്. അങ്ങനെ നമ്മൾ വോക്സിലെത്തി. ഐമാക്സ് കിഷ്കിന്ധ കാണ്ഡം. ടിക്കറ്റൊക്കെ എടുത്തല്ലോ. മോള് കാണിച്ചത് ബാ.
പ്രിൻ്റൊന്നും വേണ്ട. എവിടെ ജോക്കറിൻ്റെ 4 നമുക്കുള്ളത് 9-ലാണ് കേട്ടോ. നമ്മൾ സിനിമ എടുക്കാൻ പോകുന്ന സ്ഥലം. എന്താണ് ഈ തിയേറ്ററിനെ പറ്റിയുള്ള താങ്കളുടെ അഭിപ്രായം? നല്ല അഭിപ്രായം. പോസ്റ്ററൊക്കെ കണ്ട് പണി ഇത് എത്രാം തീയതി ആയിരുന്നെന്ന് അറിയോ? ഏത് ഈ സിനിമ ജോജു ജോർജിൻ്റെ അവൻ തന്നെ ഡയറക്റ്റും ചെയ്തു. ഈ 13-ാം തീയതി ആണെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ ഒരു പാട്ട് കണ്ട് വിഷ്ണു വിജയാണ് ചോദിച്ചു കുഴപ്പമില്ലെന്ന് തോന്നുന്നു. 24-ാം തീയതി ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. നമ്മളെ ഡി അങ്ങനെ നമ്മൾ ഇപ്പം തകർത്തോടിക്കൊണ്ടിരിക്കുന്ന കിഷ്കിന്ധ കാണ്ഡം കണ്ടു. അടിപൊളി സിനിമയായിരുന്നു. അതിന് പിന്നെ കിഷ്കിന്ധ എന്നല്ലല്ലോ, കിഷ്കിന്ധ എന്നല്ലേ. അങ്ങനെ നമ്മളിപ്പം തകർത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ആസിഫ് അലിയുടെ ആ കിഷ്കിന്ധ കാണ്ഡം എന്ന് പറയുന്ന പോണുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ സിനിമയെല്ലാം കണ്ട് ആസിഫ് അലിയുടെ പെർഫോമൻസ്, അതേപോലെ തന്നെ വിജയരാഘവന്റെ പെർഫോമൻസ്, അപർണ ബാലമുരളിയുടെ പെർഫോമൻസ്, അങ്ങനെ ഇവരെല്ലാം പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി കുറെ കൂടെ പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിലൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് അതൊരു ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളെല്ലാം തുടർന്ന് വന്നു. അപ്പൊ അതിന്റെ ആവശ്യമില്ല എന്ന് വെച്ചാൽ നമ്മൾ മൂവി റിവ്യൂസ് ഒന്നും അല്ലല്ലോ, നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് അനാവശ്യമായിട്ട് അതിനെ പറ്റിയൊക്കെ പറയുന്നത്? അതൊക്കെ ചെയ്യുന്ന കുറെ ആൾക്കാർ വെളിയിലുണ്ട്. അപ്പൊ അവർ വന്ന് ഇതെല്ലാം ചെയ്യട്ടെ. അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്, അതെല്ലാം കണ്ടിട്ടാണ് നമ്മൾ സിനിമയ്ക്കും പോകുന്നത്. അപ്പോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.